ഞാനന്ന് പറഞ്ഞിരുന്ന ഒരു പേര് നിങ്ങൾക്കറിയാം. BS ജോയിയെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. ആ പറഞ്ഞത് BS ജോയി എൻ്റെ പെങ്ങളെ മകനൊന്നുമല്ല. അദ്ദേഹം ഒരു കുടിയേറ്റ കർഷകനാണ്. നിലമ്പൂർ മലയമേഖലയിൽ താമസിക്കുന്ന സാധാ കുടുംബത്തിൽപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. മലയോര മേഖല അനുഭവിക്കുന്ന മുഴുവൻ കാർഷിക പ്രശ്നങ്ങളും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ജീവിതം ദുസ്സഹമാക്കിയ വന്യമൃഗശല്യവും ജീവിതത്തിൽ നിത്യവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം ഈ കുടിയേറ്റ മേഖലയിൽ ക്രൈസ്തവ സമുദായത്തിന് ഒരു റെപ്രസെൻറ്റേഷൻ വേണം, ഇത് കൊടുക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. വയനാട് പാർലമെന്റിലെ 7 മണ്ഡലങ്ങളിലും ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് പോലും ഇല്ല എന്ന MLA മാരില്ല എന്ന പരിഭവം ആ കമ്മ്യൂണിറ്റിക്ക് അവിടെ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതും അതിൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും. ഈ വിഷയങ്ങൾ, മലയോര മേഖലയിലെ വിഷയങ്ങളും വന്യമൃഗ വിഷയങ്ങളും സംസ്ഥാന നിയമസഭയിലും ഗവൺമെന്റിലും അതിശക്തമായിട്ട് അവതരിപ്പിക്കാൻ ജീവിതത്തിൽ അനുഭവസ്ഥൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് സാധിക്കും. ഈ ഇക്വേഷൻസ് എല്ലാം കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ചാൽ തിരക്കിടില്ല എന്നൊരു റിക്വസ്റ്റ് മാത്രമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിനുശേഷം ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വലിയ പാതകമായി പോയി എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്മാറി. ഏത് സ്ഥാനാർത്ഥിയുമാണെങ്കിലും തീരുമാനിക്കാം, നമ്മൾ വെക്കാം, നിങ്ങൾ ആലോചിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനം വരും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല.